സമ്പൂർണ്ണ സംസ്ഥാന പദവി പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ഡൽഹി. 70 സീറ്റുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഒരു സീറ്റിലെ വോട്ടിനെ കുറിച്ച് നമ്മൾ കേട്ടു, 50,000 വോട്ടും 40,000 വോട്ടും ഒക്കെ കിട്ടിയാൽ അവിടെ ജയിക്കാം. അത്ര ചെറിയ മണ്ഡലങ്ങളാണ് ഡൽഹിയിലേത്. ഡൽഹിക്ക് സ്വന്തമായി പോലീസ് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ആവേണ്ടതില്ല. എന്നാൽ 2 കാരണങ്ങൾ കൊണ്ട് അത് ഒരു ദേശീയ തെരഞ്ഞെടുപ്പിന്റെ താല്പര്യം സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പായി മാറി. ഒന്ന്, 2014 അധികാരത്തിലെത്തിയ മോദി 3ാം തവണയും ഭരണത്തിലേക്ക് വന്നിട്ടും മോദി ഇരിക്കുന്ന ഇടമായ ഡൽഹിയിൽ BJP അല്ല ഭരിക്കുന്നത് എന്നത് അസൗകര്യമുണ്ടാക്കി. രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഡൽഹി. പാർലമെന്റും സുപ്രീം കോടതിയും പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഓഫീസും ഒക്കെ അവിടെയാണ്. പക്ഷേ ആ പ്രദേശത്തിന്റെ ഭരണം ഇല്ലോളമില്ലാത്ത ആം ആദ്മി എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടിയുടെ കയ്യിലും. അതുകൊണ്ട് തന്നെ BJPക്ക് ആത്മാഭിമാനത്തിന്റെ അടയാളമായിരുന്നു ഡൽഹിയിലെ വിജയം. അതുകൊണ്ടാണ് മറ്റൊരു സംസ്ഥാനത്തും കൊടുക്കാത്ത അറ്റൻഷൻ കൊടുത്ത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP എടുക്കുന്ന ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടായിരുന്നില്ല ഡൽഹിയിൽ BJP എടുത്തത്. രാജ്യത്തിന്റെ റിസോഴ്സുകൾ സൗജന്യമായി കൊടുക്കുന്നത് രാജ്യത്തെ തകർക്കും എന്നതാണ് BJPയുടെ നിലപാട്. അതുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും ആം ആദ്മി ആണെങ്കിലും ആനുകൂല്യങ്ങളുടെ വോട്ട് നേടുന്നതിന് എതിർത്തിരുന്നു BJP. എന്നാൽ ഡൽഹിയിൽ ആം ആദ്മിയുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് സൗജന്യമായി എന്തെല്ലാം ആം ആദ്മി കൊടുക്കാമെന്ന് പറഞ്ഞുവോ അതിനേക്കാൾ കൂടുതൽ വാഗ്ദാനം ചെയ്താണ് BJP ഭരണം പിടിച്ചത്. മാത്രമല്ല ഹിന്ദുത്വ അജണ്ടകളൊന്നും ചർച്ചയാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു.